ഇതില് അവര് നല്ലൊരു വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇലക്ട്രിക്കലിന്റെ കേസിൽ 218 വേക്കൻസീസ് മൊത്തം ഉണ്ടായിരുന്നത്. 218 വേക്കൻസീസ്. ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ കോൾ ഇന്ത്യ ലിമിറ്റഡ് നമ്മളുടെ ഒരു പി എസ് സി ആണല്ലേ, മഹാരത്ന പി എസ് സി ആണ്. അപ്പോ കോൾ ഇന്ത്യ ലിമിറ്റഡ് 2019 ശേഷം വീണ്ടും എന്താ വിത്തൗട്ട് ഗേറ്റ് സ്കോർ ഓപ്പൺ മാർക്കറ്റിന് ഒരു സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തിയിട്ട് വീണ്ടും എന്താ എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷനും എത്ര വേക്കൻസി ഉണ്ടായിരുന്നു ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ നമ്മൾ ഇത് പറഞ്ഞേക്കുന്ന ഓഫീസ് ഓർഡർ, അതായത് ഇൻ പെർസൂവൻസ് ഓഫ് ഡിസിഷൻ ടേക്കൺ ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കോൾ ഇന്ത്യ ലിമിറ്റഡ് മീറ്റിംഗ് ഹെൽഡ് ഓൺ 8th October 2025, following decision has been approved. The recruitment of management and trainee in all disciplines except mining, which were earlier being recruited through GATE, shall henceforth be conducted through the computer-based test mode from the year 2025 onwards. മൈനിങ് മാത്രമായിരിക്കും ഗേറ്റ് സ്കോറിന് വെച്ചിട്ട് ചെയ്യുന്നുണ്ടാവുക. അതായത് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ 2019 വരെ ഓപ്പൺ മാർക്കറ്റിന് എടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, സെപ്പറേറ്റ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തിയിട്ട് ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, സിവില്, മെക്കാനിക്കൽ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 നമുക്ക് അവിടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അവിടെ പോവാണെന്നുണ്ടെങ്കിൽ 2019 ഒരു മഹാരത്ന കമ്പനിയാണ് കേട്ടോ. ഓക്കെ, 2019 ഡിസംബർ മാസമാണ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ എക്സാം ഡേറ്റ് നടന്നേക്കുന്നത് ഫെബ്രുവരി മാസമാണ് അവിടെ എക്സാം ഡേറ്റ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എത്ര വേക്കൻസി ഉണ്ടെന്ന കാര്യം പറയാം. ഇതിയുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് ബിടെക് വിത്ത് 60% മാർക്സ് ആണ്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതില് അവര് നല്ലൊരു വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇലക്ട്രിക്കലിന്റെ കേസിൽ 218 വേക്കൻസീസ് മൊത്തം ഉണ്ടായിരുന്നത്. 218 വേക്കൻസീസ്. അപ്പം ഇതുവരെ അതിന്റെ ഗേറ്റ് 2019 ശേഷം ഗേറ്റ് വഴിയായിരുന്നു അവര് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴെന്ത് ചെയ്യാ, അവര് വീണ്ടും അത് മാറ്റിയിട്ട് വിത്തൗട്ട് ഗേറ്റ് സ്കോർ സെപ്പറേറ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴി എന്ത് ചെയ്യാം, അവരത് നടത്താൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, സെലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ രണ്ട് പേപ്പേഴ്സ് ആയിട്ടായിരിക്കും അവര് പറയുന്നുണ്ടാവുക. ഓക്കെ, പേപ്പർ വണ്ണിൽ നമ്മൾ ജനറൽ ഇംഗ്ലീഷും ന്യൂമറിക്കൽ എബിലിറ്റി കാര്യങ്ങളും, പേപ്പർ ടൂല് നമ്മളുടെ ടെക്നിക്കലിന്റെ നോളജ് കാര്യങ്ങൾ. ഓക്കെ, ടെക്നിക്കൽ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ഇപ്പോഴത്തെ പി എസ് യു സെല്ലിൽ ഈ ഒരു ഫോർമാറ്റിലേക്ക് തന്നെയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പം പി എൻ എച്ച് പി സി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐ ഒ സി എൽ ആവട്ടെ, എല്ലാം എന്താ ടെക്നിക്കൽ പ്ലസ് അവിടെ എന്താ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പോ അത് കഴിഞ്ഞിട്ട് എന്താ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളും ഉണ്ടാവും. അതാണ് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞേക്കുന്നത്. ആ ഒരു സമയത്ത് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞാൽ 1000 rupees ആയിരുന്നു. ഇപ്പോഴും 1000 ആയിരിക്കും ഉണ്ടാവുക. 1000 പ്ലസ് GST ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ 1200 ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ ഏജ് ലിമിറ്റ് പറഞ്ഞേക്കുന്നത് 30 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 30 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്രാവശ്യം അത് 30 വയസ്സ് തന്നെയായിരിക്കും ആവാനാണ് സാധ്യത. ചിലപ്പോൾ 26ലേക്ക് പോകാം, പക്ഷെ 26ലേക്ക് പോകില്ല. 30 വയസ്സ് തന്നെയായിരിക്കും അവിടെ ഏജ് ലിമിറ്റ് ഉള്ളത്. പക്ഷെ ഇവിടെ മാനേജ്മെന്റ് ട്രെയിനിയുടെ സ്കെയിൽ ഓഫ് പേ 50,000 തൊട്ട് 1,60,000 വരെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ 64,000 ടു 1,60,000 ആ ഒരു റേഞ്ചിലേക്കാണെന്ന് എല്ലാവരും ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ അവർ ഇറക്കുന്നുണ്ടാവും വൺസ് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ എന്താ ഫൈനൽ ഡിസിഷൻ ആയിട്ടുണ്ട്. ഇനി തൊട്ട് എന്താ അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയായിരിക്കും നടത്തുന്നുണ്ടാവുക വിത്തൗട്ട് ഗേറ്റ് സ്കോർ. ഓക്കെ, അപ്പോ നിങ്ങൾ എന്താ നിങ്ങളൊരു ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിടെക് കഴിഞ്ഞ ഒരു ഡിപ്ലോമ IT കഴിഞ്ഞവർക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത് അല്ലെ. നമ്മൾ അധികം ഒരു മാസം നമ്മൾ എന്താ ഒരു 4-5 നോട്ടിഫിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ നിങ്ങൾ എന്താ കറസ്പോണ്ട് കൃത്യമായിട്ട് ഞാൻ പഠിക്കുക. നിങ്ങളെ സൈഡ് അവിടെ മാക്സിമം എഫേർട്ട് എടുക്കുക. കാരണം വെച്ചാൽ നിങ്ങൾ ടെക്നിക്കൽ നിങ്ങൾ പക്ക ആണെന്നുണ്ടെങ്കിൽ ഇപ്പം RRBJ പോലെയുള്ള എക്സാംസ് എഴുതുന്നുണ്ടെങ്കിൽ അവിടെ നോൺ ടെക്നിക്കൽ നിങ്ങൾ അവിടെ പക്ക ആവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എന്താ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. കാരണം വെച്ചാൽ അത്രക്കും എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ അവിടെ വരുന്നുണ്ട്. വേക്കൻസി പറയുന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞത് വേക്കൻസി ഇറ്റ്സ് ഡസന്റ് മാറ്റർ. ഓക്കെ, വേക്കൻസി ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക നോക്കരുത്. അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.